ശരി, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എല്ലാവരും. Which 5-year plan did the government introduce Insurance Regulatory Authority in India? Insurance Regulatory Authority of India. അതിനെ കമന്റ് ചെയ്തേ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയെന്നാണ് ചോദ്യം. അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ, പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എടാ, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി എഴുതിയവർക്ക് മാർക്ക് ലഭിച്ചു. ഓപ്ഷൻ ബി ആണ്. 9th 5-year പ്ലാനിലാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, നിങ്ങൾ അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, IRDAI എന്നായിരിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. IRDAI അതിന്റെ പൂർണ്ണ രൂപം ഒന്ന് കമന്റ് ചെയ്തേ. IRDAIയുടെ പൂർണ്ണ രൂപം ഒന്ന് കമന്റ് ചെയ്തേ. IRDAI പൂർണ്ണ രൂപം ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് IRDAI? ആർക്കും അറിഞ്ഞൂടാ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. കേട്ടോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് IRDAI. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ, അതോ അഡ്വൈസറി ബോഡിയാണോ? ഏത് കാറ്റഗറി വരുന്ന ബോഡിയാണത്? ഏത് കാറ്റഗറിയിൽ വരുന്ന ബോഡിയാണ് IRDAI വരുന്നത്? ഏത് കാറ്റഗറിയിലാണ്? നിങ്ങളെ നോക്കണം പിള്ളേരെ. ഇവിടെ നോക്കിയേ, ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് എന്നാണ് പറയുന്നത് അല്ലെ. ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണും? ഒരു നിയമത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണും അല്ലേ. നിയമം വഴി സ്ഥാപിതമാകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് 1999 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് പ്രകാരം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് പ്രകാരം രൂപം കൊണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ IRDAI എന്ന് പറയുന്നത്. ഇവിടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്ടാ? ന്യൂഡൽഹി അല്ല. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിങ്ങൾ വിചാരിക്കേണ്ടതൊന്നുമല്ല, അത് ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദാണ് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. മുംബൈ ഒന്നുമല്ല, ഹൈദരാബാദാണ് ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. തെലങ്കാന ഹൈദരാബാദ്. ഇനി വേറൊരു ചോദ്യം, എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത് രൂപം കൊണ്ടത്? 25. ഓക്കെ. മൽഹോത്ര കമ്മീഷൻ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസ് പരിഷ്കരണം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏതാണ്? മൽഹോത്ര കമ്മീഷനാണ്. അതുകൊണ്ട് മൽഹോത്ര കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. എവിടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മുടെ ഈ പോളിസി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റുകൾ കീപ്പ് ചെയ്യുക, പിന്നെ നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ് മേഖലയുടെ ഗ്രോത്ത്, പിന്നെ സ്റ്റെബിലിറ്റി, അതൊക്കെ മാനേജ് ചെയ്യുക. അതൊക്കെയാണ് ഈ പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മെയിൻ ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? കറക്റ്റ് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിന് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം നൽകുന്ന ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. മനസ്സിലായ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്കിന് നൽകുന്ന ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്കുകളെ റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? കോപ്പറേറ്റീവ് ബാങ്കുകളെ റിസർവ് ബാങ്കിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. യെസ്. ഏത് ഭേദഗതിയിലാ? അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ഏത് വർഷത്തെ ഭേദഗതിയിലാ? നിങ്ങൾ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. 2020 ഈ ആക്ടിനെ ഭേദഗതി ചെയ്തു. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 2020 ഭേദഗതി ചെയ്തു. 2020 ഭേദഗതി ചെയ്തിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? കോപ്പറേറ്റീവ് ബാങ്കുകളെയും എന്ത് ചെയ്യുന്നറിയാവോ? റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. കോപ്പറേറ്റീവ് ബാങ്കുകളെയും റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് 2020 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെന്റ്മെന്റ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതി ഏതാണ്? സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതി 97ാമത്തെ ഭേദഗതിയാണ്. പ്രീവിയസ് ചോദ്യമാണ്. സഹകരണ സംഘങ്ങൾക്ക് അംഗീകാരം നൽകിയ ഭേദഗതി 97ാം ഭേദഗതിയാണ്. 97 99 പറഞ്ഞേ. 97ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതി 97ാമത്തെ ഭേദഗതിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടെ പറയണോടെ? വേണ്ടല്ലോ, എല്ലാ പോയിന്റും കിട്ടിയല്ലോ. ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടെ. ഓക്കെ, അതായത് നമ്മുടെ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി എത്ര ഇട്ട് കഴിഞ്ഞാല് 97ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. 97ാമത്തെ ഭേദഗതിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. സഹകരണ സംഘങ്ങൾക്ക് ഏത് വർഷം എന്നിട്ട് 2011 കേട്ടോ. 2011 അത് പാസ്സായത്. 2011. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് 2011 ഈ ഭേദഗതി പാസ്സായത്. 2011 ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതില് നിങ്ങൾ കമന്റ് ഒന്നും കാണാനല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഈ ഒരു അമെന്റ്മെന്റിലൂടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നത്. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ളത്, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നത് ഒരു മൗലിക അവകാശമാണെന്നുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നു. മനസ്സിലായ? ഒരു മൗലിക അവകാശമാണ്. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നത് ഒരു മൗലിക അവകാശമാണെന്നുള്ള ഭേദഗതി കൊണ്ടുവന്നു. മനസ്സിലായ? അതായത് നമ്മുടെ ആർട്ടിക്കിൾ 19 അത് ഉൾപ്പെടുന്നു. അതായത് മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, മൗലിക സ്വാതന്ത്ര്യങ്ങൾ തന്നെ നമുക്കറിയാം. സംഘടനകൾ രൂപീകരിക്കുക എന്ന് പറയുന്നത് ഏതാണ്? 19(1)(c) ആണ് അല്ലെ? 19(1)(c) ആണ് സംഘടനകൾ രൂപീകരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ 2011 97ാം ഭേദഗതി പ്രകാരമാണ് ഈ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നത് മൗലിക അവകാശം അല്ലെങ്കിൽ മൗലിക സ്വാതന്ത്ര്യമാണെന്നുള്ള ഭേദഗതി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് 43 ആർട്ടിക്കിൾ 43B എന്താ പറയുന്നേ? നിർദ്ദേശക തത്വങ്ങളില് 43B എന്താ പറയുന്നേ? സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഈ 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തത് 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തത് ഈ പറയുന്ന 97ാമത്തെ ഭേദഗതിയിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 9 എന്താണ്? പാർട്ട് 9 എന്താണ്? പഞ്ചായത്തി രാജ് ആണ് അല്ലെ? അടുത്ത് 9A എന്താണ്?
9A മുനിസിപ്പാലിറ്റി ആക്ട് ആണ്, നഗരപാലിക നിയമമാണ്. അടുത്ത് 9B എന്താണ്? 9B എന്താണ്ട? 9B കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, സഹകരണ സംഘങ്ങളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളാണ് 9B എന്ന് പറയുന്നത്. ഈ 9B ആഡ് ചെയ്തതും നമ്മുടെ ഭരണഘടനയിൽ പാർട്ട് 9B ആഡ് ചെയ്തതും ഏത് ഭേദഗതിയിലാണ്? ഈ 97-ാം ഭേദഗതിയിലാണ്. 97-ാം ഭേദഗതിയിലാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക കേട്ടാ. നമ്മുടെ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതിയാണ് 97-ാമത്തെ ഭേദഗതി. മനസ്സിലായോ? സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതിയാണ് 97-ാമത്തെ ഭേദഗതി. 2011-ലായിരുന്നു 97-ാമത്തെ ഭേദഗതി. ഈ 97-ാം ഭേദഗതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ്, അല്ലെങ്കിൽ ഒരു മൗലിക സ്വാതന്ത്ര്യമാണ്. അത് 19(1)(c)-യിൽ ഉൾപ്പെടുന്നു. 19(1)(c)-യിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ DPSP-യിൽ 43B എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി. ആ 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്നത് എന്താണ് കുട്ടികളെ? സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 9 എന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജാണ്. 9A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നഗരപാലിക നിയമമാണ്. 9B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9B എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഈ 9B എന്ന് പറഞ്ഞ പാർട്ട് ആഡ് ചെയ്തതും 97-ാമത്തെ ഭേദഗതിയിലാണ് കേട്ടോ. 9B എന്ന് പറഞ്ഞ പാർട്ട് ആഡ് ചെയ്തതും 97-ാമത്തെ ഭേദഗതിയിലാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി? ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ചോദ്യം. Which of the following union ministry launched e-Shramam portal for creating a centralized database of all unorganized workers? Ministry of Finance, Ministry of Skill Development and Entrepreneurship, Ministry of Social Justice and Empowerment, Ministry of Labor and Employment. എല്ലാ അസംഘടിത തൊഴിലാളികളുടെ കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്ന ഏത് കേന്ദ്ര മന്ത്രാലയമാണ് e-Shram പോർട്ടൽ ആരംഭിച്ചത്? e-Shram പോർട്ടൽ ആരംഭിച്ചത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് e-Shram പോർട്ടൽ ആരംഭിച്ചത്. e-Shram പോർട്ടൽ ആരംഭിച്ചത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. e-Shram പോർട്ടലിനെ കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട്. നമുക്ക് നാളെ രാവിലത്തെ ക്ലാസ്സിൽ നമുക്ക് ആ മറ്റേ മേഘങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് e-Shram പോർട്ടൽ പഠിക്കാം. ഓക്കെ അല്ലേ? നാളെ രാവിലത്തെ ക്ലാസ്സിൽ നമുക്ക് മേഘങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് e-Shram പോർട്ടൽ പഠിക്കാം. അത് ഒരുപാട് പറയാനുണ്ട്, നമുക്ക് ഇപ്പൊ തുടങ്ങി തീരത്തില്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ e-Shram പോർട്ടല്, പിന്നെ നമ്മുടെ സഹജ കോൾ സെന്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ ആൻസർ ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഒരെണ്ണം കട്ടായി പോയാ വിച്ച് ഓഫ് ദ താഴെയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് സിവിൽ സർവീസ്? സിവിൽ സർവീസിന്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണ് ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, ഗവൺമെന്റിനെതിരെ എതിർപ്പ് സമാഹരിക്കുക, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുക. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, മൊബിലൈസ് ഓപ്പോസിഷൻ ടു ഗവൺമെന്റ്. എന്താണ്? ഗവൺമെന്റിനെതിരായിട്ടുള്ള എതിർപ്പ് സമാഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ സർവീസിന്റെ ഫംഗ്ഷനായി വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ സർവീസിന്റെ പ്രവർത്തനം തന്നെയാണ്. നിയമനിർമ്മാണം, ഈ നിയമനിർമ്മാണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിയമനിർമ്മാണം നടത്തുന്നത് ഗവൺമെന്റ് അല്ല, ഈ സിവിൽ സർവീസുകാരല്ലല്ലോ, അത് പാർലമെന്റ് അല്ലേ എന്നല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് എങ്ങനെയായിരിക്കും ഇവർക്ക് ചുമതല വരുന്നേ? സിവിൽ സർവീസുകാരുടെ പ്രവർത്തനം വരുന്നത് എങ്ങനെയാണ്? പിള്ളേരെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ പറയുന്ന മന്ത്രിമാർ, നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന MP-മാരോ MLA-മാരോ ഒന്നും അല്ല ഇത് എഴുതി തയ്യാറാക്കുന്നതും അതിനു വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തുന്നതും ഇവരാരുമല്ല. അത് പാർലമെന്റിൽ കൊണ്ട് വായിക്കുന്നു അല്ലെങ്കിൽ നിയമസഭകളിൽ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തുന്നതും അതിനു വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതും
അതിന്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും എല്ലാം പഠനം നടത്തി ഇതെല്ലാം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്, ഉദ്യോഗസ്ഥരാണ്. മനസ്സിലായ? ഓക്കെ. ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റും ഉണ്ട്, അതിന്റെ താഴെ ഒരു ബ്യൂറോക്രാറ്റിക് ഭരണ സമ്പ്രദായവും ഉണ്ട്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു ജനാധിപത്യ ഭരണ സംവിധാനവും ചീഫ് സെക്രട്ടറി നയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഭരണ സമ്പ്രദായവും കേരളത്തിലില്ലേ? ഉണ്ട്. സോ നിയമനിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ സർവീസിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നതാണ്. ആ ഗവൺമെന്റിനെതിരെ എതിർപ്പ് സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്യൂട്ടി അല്ല കേട്ടോ, അതായത് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തതാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അതെല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ക്വസ്റ്റ്യൻ? ഓക്കെ, ക്ലിയർ ആണ്. ശരി. അടുത്ത ചോദ്യം. Which among the following are correct regarding the objectives of NEGP as articulated in its vision statement? To bring public services closer home to citizens, ensure efficiency and transparency, services at free of cost. ഒന്ന് കണ്ടുപിടിച്ചേടാ. കണ്ടുപിടിക്കുക. കിട്ടിയില്ലേ ആ ആൻസർ? പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതില് 1, 2, 3 എന്നൊരു ഓപ്ഷൻ ആയിരുന്നു, നിങ്ങൾ ഏത് എഴുതുമായിരുന്നു? 1, 2, 3 എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അത് പോയി എഴുതിയേന. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആള് ആ കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഇതുണ്ടാവും, ഇതെല്ലാം ശരിയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ എന്തായാലും 1, 2, 3 ശരിയല്ല. അതായത് ഓപ്ഷൻ ഇപ്പൊ നമ്മുടെ ഈ NEGP എന്താണ് മനസ്സിലായ പിള്ളേരെ? NEGP എന്താണ്? NEGP എന്താണ്? NEGP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. എന്താണ്? നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്നാണ് NEGP പറയുന്നത്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്താണ്? നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്നാണ് NEGPയുടെ പൂർണ്ണരൂപം. അതായത് 2006 മെയ് മാസം 18 ഇന്ത്യൻ ഈ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയ ഒരു സംവിധാനമാണ് NEGP അല്ലെങ്കിൽ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗവേണൻസ് പ്ലാനിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക. ശരിയോ തെറ്റോ? ശരിയാണ്. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക എന്നത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുക. കാര്യക്ഷമതയും സുതാര്യതയും, അതായത് എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, ഇനി സൗജന്യ സേവനങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ NEGP നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ആയിരുന്നു എന്നുള്ള കാര്യം? എത്ര പേർക്ക് അറിയായിരുന്നു? NEGP എന്ന് പറഞ്ഞാൽ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ആയിരുന്നു. എത്ര പേർക്ക് അറിയായിരുന്നു? അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ പഠിച്ചോണം, NEGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയുന്നില്ല, നാളെ പറഞ്ഞു തരും കേട്ടോ. നാളെ നമ്മൾ അത് രണ്ടും പഠിക്കും. അതായത് ശ്രമം പോർട്ടലും ഇതും നമ്മൾ നാളെ പഠിക്കും. കാരണം ഇത് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇനി അറിയാവുന്ന ആൾക്കാർക്ക് ഒരു കാര്യം അറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഇ ഗവേണൻസ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനമുണ്ട്. ഏതാണ്? ഇ ഗവേണൻസ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ.
ഈ അക്ഷയ കേന്ദ്രങ്ങൾ സൗജന്യമാണാടെ? അക്ഷയ കേന്ദ്രങ്ങൾ സൗജന്യമാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ നമുക്ക് പോയിട്ട് നമ്മുടെ സർവീസിൽ നമുക്ക് ചെയ്യുമ്പം അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, അവിടെ നമുക്ക് ക്യാഷ് കൊടുക്കണം. പക്ഷേ വലിയ തുകയുണ്ടാ? വലിയ തുകയുണ്ടാ? ഇല്ല. അഫോർഡബിൾ പ്രൈസസ് ആണ്. അത് മിതമായ നിരക്കാണ് അല്ലെ? മിതമായ നിരക്കാണ്. അപ്പൊ ഈ മൂന്നാമത്തെ പോയിന്റ് തെറ്റാണ്. സൗജന്യ സേവനങ്ങൾ തെറ്റാണ്. മിതമായ നിരക്കിൽ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. അതായത് മിതമായ നിരക്കിൽ സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. സൗജന്യ സേവനങ്ങൾ തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത്, 1, 2 എന്നിവ. ഓക്കെ. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ ഈ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ തന്നെ ഈ MMP എന്താണെന്ന് മനസ്സിലാക്കാറുണ്ട്. MMP എന്താണെന്ന് അറിയാവോ? ഈ NEGP വരുന്നൊരു കാര്യം തന്നെയാണ് MMP എന്ന് പറയുന്നത്. എന്താണ്? മിഷൻ മോഡ് പ്രോജക്റ്റ് എന്ന് പറയും. അതെന്താണെന്ന് മനസ്സിലാക്കാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു നാഷണൽ ഗവേണൻസ് പ്ലാന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കാറുണ്ട്. അതൊക്കെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. നമ്മൾ നാളെ രാവിലത്തെ ക്ലാസ് നമ്മൾ അതൊക്കെ പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്ത് ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ NEGP എന്താണെന്ന് അറിഞ്ഞുകൂടാ. NEGP അറിഞ്ഞാത്ത ആൾക്കാർത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, സൗജന്യ സേവനങ്ങൾ നൽകുക. ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പൊതുസേവനങ്ങൾ പൗരന്മാരുടെ വീടിനടുത്ത് എത്തിക്കുന്ന എന്ത് സംവിധാനമാണ് ഉള്ളതെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ NEGP, ഗവേണൻസ് അല്ലെങ്കിൽ അക്ഷയ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ വല്ല മനസ്സിലായ പിള്ളേരെ? നിങ്ങൾ പൊതുസേവനങ്ങൾ നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് അറിയാവോ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാവോ? നിങ്ങളിപ്പോൾ അക്ഷയ പോണേന് നിങ്ങൾ പറയും, പല ആൾക്കാരും പറയും ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൽ പോണ്, ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എവിടെ പോണ്ട? ഞാൻ തന്നെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോണ്. എന്തിനു പോണം? അത് PSC അയക്കാൻ വേണ്ടി. അത് അക്ഷയ കേന്ദ്രമല്ലേ? മനസ്സിലായില്ലേ? ഈ അക്ഷയ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുസേവനങ്ങൾ പൗരന്മാരുടെ വീടിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ അക്ഷയ കേന്ദ്രങ്ങള്? നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ കണക്കിന് അക്ഷയ കേന്ദ്രം ഉണ്ടാകും. ഓക്കെ. ശരി. അപ്പൊ ഇതാണ് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് സാധനം അറിഞ്ഞൂടെങ്കിൽ പോലും നമുക്ക് ആലോചിച്ച ഉത്തരം കിട്ടും കേട്ടാ. ക്ലിയർ ആണേ? ഓക്കെ. ശരി, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ബി ആണ് കേട്ടാ. ഓക്കെ. ജനസേവന കേന്ദ്രമുണ്ട്. ഓക്കെ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് regarding the functions of political parties? Function of socialization and participation, function of integration, function of exercising political power. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. ഓക്കെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? രാഷ്ട്രീയ പാർട്ടികളുടെ ജോലി എന്താണ്ടാ? ഈ സാമൂഹിക വൽക്കരണം, പങ്കാളിത്തം, ഇതൊക്കെ എന്താണ് പിള്ളേർ? സാമൂഹിക വൽക്കരണം, പങ്കാളിത്തം എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തില് ഇപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഇടപെടുക, അതല്ലേ ഈ സാമൂഹികവൽക്കരണവും പങ്കാളിത്തവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ്? രാഷ്ട്രീയ പാർട്ടി ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ആദർശത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിന്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ടാണ് രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളുന്നത് അല്ലേ? ഇപ്പൊ CPM അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ആദർശത്തിന്റെ കീഴിൽ ഒത്തുകൂടിയ ആൾക്കാരാണ്. അപ്പൊ അത് എന്ന് വെച്ചാൽ സാമൂഹിക കുറെ ആൾക്കാർ കൂടി ചേരുന്നുണ്ട്. അവരിവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇടപെടുന്നുണ്ട്, സംയോജനം, ആൾക്കാരെ കൂട്ടുന്നുണ്ട്. രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നില്ലേ? ഓക്കെ. എന്തൊക്കെയാണ് രാഷ്ട്രീയ അധികാരങ്ങൾ? നമുക്ക് അത് തന്നെ ഒരു ചോദ്യമാണ്. രാഷ്ട്രീയ അധികാരം എന്തൊക്കെയാണ്? രാഷ്ട്രീയ അധികാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയ അധികാരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും.
പിന്നെ ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അവകാശമാണ് അല്ലെങ്കിൽ അധികാരമാണ്. അതുപോലെ തന്നെ പദവികൾ വഹിക്കുക എന്ന് വെച്ചാൽ രാഷ്ട്രീയ അധികാരം അല്ലെങ്കിൽ അവകാശമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിനെ വിമർശിക്കുക നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ് ഗവൺമെന്റ് വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ ഗവൺമെന്റ് വിമർശിച്ച കേസില്ലാത്തത്. ഗവൺമെന്റിനെ മാന്യമായ ഭാഷയിൽ വിമർശിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കേസെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയത് ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നത്, അല്ലെ ഗവൺമെന്റ് കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗവൺമെന്റ് വിമർശിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂട്യൂബില് നമ്മുടെ പരിപാടി അതാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് സാറേ ലിസ്റ്റ് അതാന്ന് പറഞ്ഞ വിഷമം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ എടുത്തിട്ട് ചില വീഡിയോയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ സംസാരിച്ച് ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ മാന്യമായ ഭാഷയിൽ നമുക്ക് വിമർശിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പൊ തന്നെ നമ്മളിപ്പം ഞാൻ ഈ ലാസ്റ്റ് ഈ വിഷയം നടന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലാണ് ഈ ലഹരി നിയന്ത്രണം മറ്റൊക്കെ വരുന്നത്. നമുക്കറിയാം ലഹരി മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സത്യം പറഞ്ഞാൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. 5000 ഉദ്യോഗസ്ഥരാണ് കേരളം മൊത്തം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, 5000 ഉദ്യോഗസ്ഥർ. അതിൽ ഇവന്മാർ എന്താ ചെയ്യുന്നത്? ഇവന്മാർ ഈ വണ്ടിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് ഈ പാവപ്പെട്ട മാവന്മാര് ഈ വാറ്റണ കുറെ മാവന്മാരെ പിടിച്ചോണ്ട് പോകും കേട്ടാ. അതിന്റെ അടുത്തൂടെ തന്നെ ഇവന്മാർ സ്കൂളിലും മറ്റുമൊക്കെ ലഹരി കൊടുക്കുന്നുണ്ടോ, കഞ്ചാവ് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് ഇത് ചെയ്യാം. ഒരു നല്ലൊരു ഐഡിയ ഞാൻ പറയുന്നത്. SPC എന്ന സാധനം ഉണ്ട്. SPC എന്താണ്? SPCക്ക് ഇപ്പം നമ്മുടെ PSCയിൽ ഇപ്പം അഡ്വാൻറ്റേജ് ഉണ്ട്. SPC ഫോഴ്സ് എക്സാമുകളിൽ അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, അവർക്ക് വെയിറ്റേജ് മാർക്കുണ്ട്. SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് ആണ്. ഈ SPC യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ സ്കൂളുകളിലും മറ്റുള്ള ലഹരി അവർക്ക് കണ്ടെത്തിക്കൂടെ? SPC യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താം, ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യാൻ ഇവിടെ ആർക്കും വയ്യ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അവകാശമാണ്. പദവികൾ വഹിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അവകാശമാണ്. ഗവൺമെന്റിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ അവകാശം ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായെന്ന് ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ എല്ലാമാണ്, ആൾ ദ എബോവ് ആണ്. എല്ലാം ശരിയാണ്, അല്ലേ? എല്ലാം ശരിയാണ്. ഓക്കെ, അതായത് സാമൂഹ്യവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. ഓക്കെ, എടാ ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽസിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നോ ഈ ക്വസ്റ്റ്യൻ വരുന്നതിന് മുമ്പ്? കാണാൻ ഇങ്ങനെ ഒരു പോയിന്റ് ആയിട്ടൊന്നും കാണത്തില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ SCRT തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്, പലയിടത്ത് പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആ കാര്യം പഠിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ? നമുക്ക് ചിന്തിച്ചാൽ പോരെ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചോണം. PSC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യുന്നതല്ല, നമ്മുടെ ചിന്താശേഷിയും കൂടെ ചെക്ക് ചെയ്യുന്ന ഒരു പരീക്ഷയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇങ്ങനെ വർക്കൗട്ടൊക്കെ തരുന്നത്. ഓക്കെ, അപ്പൊ നാളത്തെ കാര്യം മറക്കണ്ട. നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. കാരണം നാളെ നമുക്ക് മേഘങ്ങൾ ഇത് പഠിക്കാറുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പെയിന്റിങ് കിട്ടുമ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് NEGPയെ കുറിച്ചും പഠിക്കാറുണ്ട്, പിന്നെ E-Shram പോർട്ടൽ, അല്ലേ? E-Shram പോർട്ടൽ. ഓക്കെ, ലാംഗ്വേജ് പാഠം എന്തുവാ? ഇംഗ്ലീഷ് മലയാളം വായിക്കുമ്പോൾ കിട്ടൂലേടേ? ഞാൻ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം കൂടെ തരണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം പ്രശ്നം, മലയാളം മാത്രം പ്രശ്നം എന്നുള്ളതാണ്. ഇംഗ്ലീഷും മലയാളം കൂടെ തരണം. അപ്പൊ വായിക്കാൻ കിട്ടുന്നില്ലേ? ഇതെല്ലാം ഇത് പരീക്ഷയാണ്. 38/2024 നിയുക്ത നിയമം എന്നൊക്കെ ടഫാണ്. അപ്പം എന്തുകൊണ്ട് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അതിൽ പോണ്ട. ഇല്ല, അപ്പൊ അതും പാടി. ഇനി ഞാൻ എന്ത് പറയാം? ഇംഗ്ലീഷും പാടും മലയാളം പാടും, നിനക്ക് 2ഉം പാടുന്നത് ഞാൻ പിന്നെ എന്ത് പറയണം? ഓക്കെ,
ഇപ്പൊ ഈ 2K പിള്ളേരെ വല്ലതും പറയാൻ പേടിയാണ് എനിക്ക്. നീക്ക് ഇനിയിപ്പോ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറയാൻ അറിയാൻ വയ്യ. ഓക്കെ, ശരി, ഓക്കെ. അപ്പം എടാ ഇത് എനിക്കറിയാം നിങ്ങൾക്ക് ഇത് പാടാണ്, പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും കേട്ടോ. ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റിയില്ലേ? സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ഗവൺമെന്റിനെതിരെ എതിർപ്പ് സമാഹരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക്, അതായത് +1 +2 ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ആ ഒരു ഭാഷ തന്നെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആവും കേട്ടോ. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ. ഓക്കെ, ശരി. അപ്പോൾ 5 ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. മനസ്സിലാക്കിയെടുക്കാൻ ടൈം എടുക്കുന്നു. ഓക്കെ, ഇതിലേറെ ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ടൈം പറഞ്ഞുതരാവേ കേട്ടോ. മാർക്കല്ലേ കമന്റ് ചെയ്യണേ. ജസ്റ്റ് ഒരു സെക്കൻഡ്. പോണവർക്ക് പോവാം, അല്ലെങ്കിൽ നോക്കിയോ. ഈ ക്വസ്റ്റ്യൻ ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കി അല്ലെങ്കിൽ നിലവിൽ വന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇത് നമുക്ക് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊരു സത്യം പറഞ്ഞിട്ട് ആക്ച്വലി ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഒരു വർഷമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ, അതായത് 99 ഇത് വന്നതെന്നൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ആ രീതിയിൽ നിങ്ങളെ ഒഴിവാക്കി വിടുന്ന ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാണ്ട, അസംഘടിത തൊഴിലാളികളുടെ കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഈ ശ്രം പോർട്ടൽ ഏത് മന്ത്രാലയമാണ്? തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വരുന്ന മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലേടാ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലേ? ആണ്. നമുക്ക് ആ രീതിയിൽ ഒന്ന് എഴുതി നോക്കിക്കൂടായിരുന്ന ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? നമുക്ക് അറിയണമെന്നില്ല. ലെഫ്റ്റ് ആണോ ലെഫ്റ്റ് ആവാം, ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർക്ക് നമുക്ക് സംസാരിച്ചിട്ട് പോവാം. ഓക്കെ, മനസ്സിലായോ? നമുക്കിത് അറിയണമെന്നില്ല. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് അറിയണമെന്നില്ല. പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ, അതായത് ഈ പറയുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അത് എവിടെയാണ് വരുന്നത്? അത് ഈ പറയുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ സിവിൽ സർവീസിന് ഫംഗ്ഷൻ അല്ലാത്ത, ഗവൺമെന്റിനെതിരെ എതിർപ്പ് സമാഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ NEGP എന്താണെന്ന് അറിയാന്നുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എഴുതുന്നത് കേട്ടോ. പക്ഷെ എന്നാലും അത് കുറച്ച് കുഴപ്പമില്ല, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. NEGP എന്താണ്, ഈ ഗവേണൻസ് പ്ലാൻ ആണെന്നുള്ള അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല അത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷേ എളുപ്പമല്ല ക്വസ്റ്റ്യൻ അല്ലടാ. അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാമായിരുന്നു, അതായത് ഈ ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാമായിരുന്നു, ഈ ക്വസ്റ്റ്യനും എഴുതാമായിരുന്നു, 2ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒന്നും അറിയാതെ തന്നെ എഴുതാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായ? സോ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നന്നായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പം നമുക്ക് നാളെ രാവിലെ ഇതൊക്കെ പഠിക്കണം. ഈ ശ്രം പോർട്ടലും എല്ലാ NEGP പഠിക്കണം. ഓക്കെ, നിങ്ങൾ പൊക്കോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.